എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പം രാത്രി 9-10 മണിയാവും. അപ്പോഴത്തേനും വിഷു ഒക്കെ കഴിയും. കൃഷ്ണനൊക്കെ ചാച്ചി ഊങ്ങും അല്ലേ. എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും ഈ സുപ്പുക്കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ കേട്ടോ. അപ്പോഴേ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയോ, എൻ്റെ കാര്യം പറഞ്ഞോ? അപ്പോഴും ഞാൻ പോയി, അമ്പലത്തിൽ പോയി നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ കൃഷ്ണനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ ഉള്ള കുടുംബമായിട്ടുള്ളതല്ലേ, കുടുംബമായിട്ട് ഉള്ള ഇതാട്ടോ നമ്മുടെ ഈ അമ്പലത്തിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി എല്ലാവരും രാവിലെ പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവം തുടങ്ങുമല്ലേ, അപ്പോൾ ഇന്ന് മുതൽ 10 ദിവസം നമുക്ക് എന്തായാലും നല്ല രസമായിരിക്കും. വായനയും രാത്രിയിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ അടുത്ത മൈക്ക് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമൊക്കെ ഇപ്പം ഇന്നലെ രാവിലെ മുതൽ നമുക്ക് പാട്ട് അവരിട്ട് തുടങ്ങി കേട്ടോ. മൈക്ക് നമ്മുടെ എൻ്റെ PA പറഞ്ഞ് ഇവിടെ വെപ്പിച്ചാന്ന്. ഞാൻ പറഞ്ഞേ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേൾക്കണം, അപ്പോൾ ഇവിടെ ഒരു മൈക്ക് വെക്കാൻ കുന്നുംപുറം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അവിടെ അങ്ങനെ വെപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് കേൾക്കാം. ഇന്നലത്തെ വീഡിയോക്കകത്തൊക്കെ നന്നായിട്ട് സൗണ്ട്. ആ അമ്മാവനെങ്ങാണം പണി തരുമെങ്കിലേ ഉള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ എടുത്തേക്കുന്ന വീഡിയോക്കകത്ത് ഇച്ചിരി പാട്ടൊക്കെ ഉണ്ട്. അമ്മാവാ ക്ഷമിച്ച് മാപ്പാക്കണേ, ഒന്നും അടിച്ചു തരല്ലേ, ഞങ്ങൾക്ക് പെറ്റിയൊന്നും അടിച്ചു തരല്ലേ. അപ്പോഴെല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ, സദ്യയൊക്കെ ഒരുക്കിയോ? അപ്പോൾ നമ്മളിവിടെ കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കി. പക്ഷെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നാണല്ലോ കഴിച്ചത്. സരസൂര് ഇവിടുന്ന് നമ്മൾ കൊടുത്തു. അങ്ങനെയൊക്കെ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തുവാ? ഇന്ന് രാവിലെ വിഷുവൊക്കെ നമ്മൾ വിഷുക്കണിയൊക്കെ കണ്ടു. അതിൻ്റെ ഇച്ചിരി വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾ ചൂടണം പോയല്ലോ, അപ്പോഴും അവിടുത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് കണിയൊക്കെ ഒരുക്കിയത്? ഞാനിപ്പം പിന്നെ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ അടിച്ചടിച്ച് നോക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ പലരും പല ഇതൊക്കെയാണ് പറയുന്നത് യൂട്യൂബിനകത്ത്. അപ്പോഴും ഞങ്ങൾ ഇന്നലെ 1:30 ഉറങ്ങിയപ്പോൾ എല്ലാം അങ്ങോട്ട് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് മതിയാവത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇതൊക്കെ ശരിയാക്കി വന്നപ്പോൾ 1:30 പിന്നെ രാവിലെ ഞങ്ങൾ 4 മണിയായപ്പം എഴുന്നേറ്റ് 4:45 നമ്മൾ വിളക്ക് കൊളുത്തി കേട്ടോ. വിളക്ക് കൊളുത്തി കണിയൊക്കെ എല്ലാവരും കണ്ടു. അപ്പോൾ നമ്മുടെ സരസു മുതൽ ഞങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. എന്നിട്ട് കണിയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കൈനീട്ടമൊക്കെ നമുക്ക് അപ്പോഴേ കൊടുക്കണമെന്നാണല്ലോ. അപ്പോഴേ മുതിർന്നവർ നമുക്ക് അങ്ങോട്ട് തരും. കുറച്ച് നല്ലൊരു തുകയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. എൻ്റെ കൊടുക്കലും വീടും ഇന്നത്തെ സരസ് തന്നു, നമ്മുടെ അണ്ണൻ തന്നു കേട്ടോ. ഒരു ചെറിയ തുകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു കേട്ടോ ഇന്ന്. ഞാൻ അന്നേരം ഈ കൈനീട്ടൊക്കെ കേട്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 31 വരെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് തന്നായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, ഞാൻ കോടിയേശ്ശേരി ആയേനെ. അപ്പോൾ നല്ലൊരു തുകയാണ് നമ്മുടെ അണ്ണൻ എനിക്ക് തന്നത് ഇന്ന് കേട്ടോ. ഇന്ന് തരണേ. ഹലോ, ഇന്ന് ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന 1-ാം തീയതിയല്ലേ ഇന്ന് ഇവിടെ നിന്നും പോകണ്ട, അതിന് പിടിച്ചിരുത്തിയേക്കുക കേട്ടോ. പിന്നെ എങ്ങനെയാ നിങ്ങളൊക്കെ വിഷുവൊക്കെ ഒരുക്കിയത്? അപ്പോൾ എനിക്ക് നമ്മുടെ PA ഇന്നലെ രാവിലെ തന്നെ പൂ കൊണ്ട് തന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എല്ലാം വാങ്ങിച്ചൊക്കെ വെച്ചു. പിന്നെ ഇല്ലാത്ത സംഭവങ്ങൾ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം നമ്മൾ ഇച്ചിരി എല്ലാം വെച്ച് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ അപ്പോഴീ യൂട്യൂബിനകത്തൊക്കെ ഓരോന്നിങ്ങനെ കാണുമ്പം നമ്മുടെ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ പെരയ്ക്കകം എല്ലാം നമ്മൾ വൃത്തിയാക്കി ഇടുമല്ലോ വിഷുവിനായിട്ട്. പിന്നെ മുറ്റത്തൊക്കെ ഞാൻ പിന്നെ രാത്രി പിന്നെ എടുത്തു നോക്കി എന്തെങ്കിലും ഒരു കുറവ് വന്നാലും മഹാലക്ഷ്മി കയറി വന്നില്ലെങ്കിലോ. അപ്പോൾ ഈ ഒരു മഹാലക്ഷ്മി പോരാതെ മറ്റേ മഹാലക്ഷ്മി നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ. അപ്പോൾ മൂദേവി അടിച്ച് വിളിച്ചടിക്കാൻ വേണ്ടി ഞാൻ രാത്രിയായപ്പോൾ ഫുള്ള് മഞ്ഞൾ വെള്ളം കലക്കി ഈ പെരയ്ക്ക് 4 വശം ഒഴിച്ചേട്ടെ. ഇനിയിപ്പം മൂദേവി പോകാതെ ഇവിടെ കാണാൻ പതുങ്ങിയ കാണാൻ നിൽപ്പുണ്ടെങ്കിലേ അടിച്ച് ചാടിക്കണ്ടേ. അതിന് രാത്രിയിലെ 12-1 മണിയായപ്പോൾ ഈ പെരയുടെ ചുറ്റിനും മഞ്ഞൾ വെള്ളവും കലക്കി നടന്നിത് കേട്ടോ. അപ്പോൾ അതൊക്കെ തളിച്ചിട്ടാണ് നമ്മൾ പിന്നെ
എല്ലാം ഒരുക്കിയൊക്കെ വെക്കുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ യൂട്യൂബിനകത്ത് നമ്മുടെ തിരുമേനിമാരിരുന്ന് പറയുന്നതേ നിങ്ങളൊക്കെ അങ്ങനെ നോക്കാറുണ്ടോ? ഞാൻ പിന്നെ ഇങ്ങനെ ഈ വിഷു ആകുമ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. പിന്നെ ഞാൻ എന്തോ ഒരു വീഡിയോക്കകത്ത് കണ്ട് ഏതോ ഒരു 2-3 കൂട്ടം സാധനം ഈ പ്രാവശ്യം വെക്കരുത്, പിന്നെ കയ്പുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കണി വെക്കാൻ ഉപയോഗിക്കരുതെന്നൊക്കെ അല്ലേ. അതൊന്നും നമ്മൾ വെക്കത്തില്ല. ദേ എൻ്റെ പൂ ഇഷ്ടം പോലെ പിള്ളേരെ, ഇന്ന് ഇഷ്ടം പോലെ നമുക്ക് മുല്ലപ്പൂ കിട്ടി കേട്ടോ. ദേ ഇങ്ങനെ തല വെച്ചേക്ക, മുടിയൊന്നുമില്ല, മുടി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഇൻട്രോ ഒക്കെ പറയുന്നത് കേട്ടോ. എല്ലായിടത്തും നമ്മുടെ കുറ്റിമുല്ല അടുക്കുള്ള മുല്ല അതായത് കേട്ടോ. നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കിട്ടി. ഇന്നലെ മോള എനിക്ക് വെച്ച് കിട്ടി തന്നത് കേട്ടോ. പിന്നെന്താ, പിന്നെ അതൊക്കെയുള്ള വിശേഷങ്ങൾ കേട്ടോ. രാവിലെ നമ്മൾ 4 മണി മുതൽ 4 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് കേട്ടോ. 5 അല്ലേ 4:45. ആരോടാ ഞാൻ ചോദിക്കുന്നത്? ഹലോ ഇങ്ങോട്ടെ. 4:45 ആയപ്പോൾ നമ്മൾ വിളക്ക് കൊടുത്തി. പിന്നെ ഞാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. നാട്ടുകാരെല്ലാം ഭയങ്കര ഉറക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ വിഷുവിൻ്റെ അന്ന് നമുക്ക് ഉറക്കമില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന്, പിന്നെ നമ്മുടെ ചിന്നുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ഞങ്ങളെ രാവിലെ ഉണർത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അവൾ ഉണർത്തുന്നതും പിന്നെ നമ്മുടെ കുഞ്ഞു കിളികളുടെയൊക്കെ ശബ്ദങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ പിടിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. രാവിലെ നമ്മൾ ഉണരുമ്പോൾ നല്ല ഇതാ കേട്ടോ. കിളികളുടെയൊക്കെ ശബ്ദം ഞാൻ പറഞ്ഞത്, എന്നും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഈ കിളിയുടെയൊക്കെ പല പല സൗണ്ട് ഉണ്ട്, നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ പപ്പ ഇരുന്ന് ലോട്ടറി നോക്കുവാണോ? ലോട്ടറി വല്ലതും അടിച്ചോ ഇന്ന് വിഷുവായിട്ട്? അപ്പോൾ നമുക്ക് ഇന്ന് കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുക്കള വിശേഷങ്ങളും ഒന്നുമില്ല. നമുക്ക് രാവിലെ ഉണർന്നപ്പോൾ നമ്മുടെ കണിയും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ കണി വെച്ചതെന്ന് എല്ലാവരും കാണിച്ചൊക്കെ തരണം കേട്ടോ. എല്ലാവരും ഇട്ട് കാണുമല്ലോ. ഇപ്പം നമ്മുടെ വീഡിയോ ആകുമ്പോഴത്തേന് ഒരു 9 മണിയൊക്കെ ആവും അല്ലേ. ഇത് കറങ്ങി തിരിഞ്ഞ് അങ്ങ് വരണ്ടേ. അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോവാം കേട്ടോ. സമയം രാവിലെ 5 മണി. അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ വിളക്കൊക്കെ കൊളുത്തി ചുമ്മാ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നടക്കും കേട്ടോ. നാട്ടുകാരൊക്കെ എഴുന്നേറ്റൊക്കെ വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ 4:45 വിളക്ക് കൊളുത്തി കേട്ടോ. നമ്മുടെ അമ്പലത്തിലെ പൊങ്കാല 5 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നേ. നാമമൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളും നാമമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ ഇങ്ങനെ ലൈറ്റ് ഇടും കേട്ടോ. നല്ല പ്രകാശം ആയിരിക്കണം വിഷു പിറക്കുമ്പോൾ അല്ലേ. അപ്പം ചുറ്റുമുള്ള ലൈറ്റെല്ലാം ഞാനങ്ങ് കത്തിച്ചിടും ഫുള്ളായിട്ടുള്ളതേ. നമ്മുടെ കാക്കച്ചിമാരൊക്കെ ഇവിടെ ഉണർന്ന് വരുന്നേ ഉള്ളൂ. ക്രാ ക്രാ ക്രീ ക്രീ ക്രൂ. നമ്മുടെ അണ്ണൻ അങ്ങ് തെക്ക് പോയി കേട്ടോ. എന്നെ ഇവിടെ തന്നെ ആക്കിയിട്ട് വെടിയൊക്കെ പൊട്ടുന്നു. അമ്പലത്തിലെ നാമമൊക്കെ കേട്ടോ എല്ലാവരും? നമ്മുടെ ഈ കിഴക്ക് ഭാഗത്ത് മൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല 4 വഴിക്കുള്ള ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മതിലിൻ്റെ മറവ് കൊണ്ട്. അല്ലാത്ത ദിവസം ഉച്ചകുത്തി കിടന്നുറങ്ങുന്ന സമയം ഞാൻ ഇങ്ങനെ വട്ടം നടക്കുന്നു. കണി കാണും നേരം കമലാനേത്രൻ. വല്ലവരും പിടിച്ചോണ്ട് പോകും. വാ ഇങ്ങോട്ട്, തട്ടിക്കൊണ്ട് പോന്നു വരെ.
കാക്കച്ചിമാർ വിചാരിച്ച എന്താ ഇന്ന് പ്രത്യേകത. അപ്പോഴതുകൊണ്ട് അവളുമാർ ചുമ്മാ ക്രാ ഒന്ന് പറഞ്ഞ ഒറ്റ പോക്ക് കേട്ടോ, പോയി കേട്ടോ. അവൾ വിചാരിച്ച് ഈ പ്രിയാമ്മ ഇന്നെന്താ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച്. കാക്കച്ചിമാരങ്ങനെ വിചാരിച്ചു കാണും അല്ലേ. ഗുരുവായോ നിന്നെ കാണണം. എടി ചിന്നു, മിന്നു, പൊന്നു, ഹാപ്പി വിഷു. വിളക്ക് കൊളുത്തിയത് കാണണ്ടായോ? ദേണ്ട ഞങ്ങളെ രാവിലെ ഉണർന്നത്. നമ്മുടെ ചിന്നു ഉണർന്നൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. ചിന്നു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റൊക്കെ വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ പിച്ചിക്കകത്ത് വരും അവൾ. വന്ന് അവളൊരു ബഹളമൊക്കെ ഉണ്ട്. രാവിലെ നമ്മളാണ് ഭക്തിഗാനങ്ങളൊക്കെ വെക്കുക, ഇങ്ങനെ ഓരോന്നിനകത്ത്. ചിന്നുവിൻ്റെ നിലവിളി കേട്ടോ. തെക്ക് നമ്മുടെ കാക്കച്ചിമാർ ഉണർന്നു. നമ്മുടെ കാക്കച്ചിമാർ ഇപ്പോഴാണ് ഉണർന്നത്. എല്ലാവരും വൈകിപ്പോയി. ഞാനാന്നേ ഇന്ന് ഫസ്റ്റ്. എല്ലാവരും ഉണർന്ന് വരും കേട്ടോ. ചിന്തുവിൻ്റെ സൗണ്ടാ കേൾക്കാൻ രസം. കണ്ടോ നമ്മുടെ ചിന്നു ഗേറ്റിന്റെ മേളിയിരുന്ന്. അവള് സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ. ഹാപ്പി വിഷു ചിന്നു. ചിന്നു എന്തൊക്കെയോ എനിക്ക് ഹാപ്പി വിഷു ചെയ്യുവാന്ന് തോന്നുന്നു കേട്ടോ. ഹാപ്പി വിഷു ചിന്നു. കണ്ടോ എന്ത് രസം രാവിലത്തെ കാഴ്ചകള്. എന്തോ സൗണ്ടാ. ഒത്തിരി നേരം ഇനി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ചിന്നു ഇരുന്ന് എല്ലാരും വിഷ് ചെയ്യുന്നുണ്ടോ? ഹാപ്പി വിഷു എന്ന് പറയുന്നുണ്ടോ? ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേക്കണോന്ന് ഇതൊക്കെ കേൾക്കണമെങ്കിൽ 8 മണിക്ക് എഴുന്നേറ്റല്ലേ ഇതൊക്കെ കേൾക്കാനൊക്കെ. കണ്ടോ ചിന്നു വർത്താനം പറയാ രാവിലെ വന്നിരുന്ന്. പോയി പറന്നുപോയി. ഇന്ന് നമ്മളെ വിളിച്ചുണർത്തുന്ന എന്താ ഇങ്ങനെ നമ്മുടെ പിച്ചിക്കകത്ത് വന്നിരുന്ന് വിളിച്ചുണർത്തുന്ന. ഇന്ന് ഞങ്ങൾ നേരത്തെ ഉണർന്നടി, നീ ഇത്തിരി വൈകിപ്പോയി.
ആ നമ്മുടെ മുറിയുടെ അവിടെ കേട്ടോ, നമ്മുടെ മുറിയുടെ അവിടെ ഇരുന്ന് അവള് ഈ ചിലക്കുന്നത്. എന്ത് രസം അവളുടെ സംസാരം കേൾക്കാന്. പിച്ചിക്കാത്ത പറന്നു പോയോ? ആ പോയി. ഞാൻ എഴുന്നേറ്റപ്പോൾ അവള് പോയി കേട്ടാ. അപ്പുറത്ത് ആരും ഉണർന്നില്ലെന്ന് തോന്നുന്നു. ചിന്നു അപ്പുറത്ത് പോയി വഴക്കുണ്ടാക്കുന്നു. ചിന്നു അപ്പുറത്ത് പോയി അവരെ ഉണർത്തു കേട്ടോ. എടി അവർ കിടന്ന് ഉറങ്ങട്ട്. അവരവിടെ കിടന്ന് ഉറങ്ങട്ടടി. അവിടുത്തെ ഗേറ്റിലും പോയിരുന്ന് ചെനയ്ക്കുക കേട്ടോ. അവരെയും വിളിച്ചുണർത്തുക. കുറച്ച് പൊങ്കാലയുള്ളായിരുന്നു അല്ലയോ? ആർക്കും വയ്യ പൊങ്കാല ഇടാൻ പോകാനൊന്നും, ആർക്കും വയ്യ. എന്ത് ചെയ്യാനാ, പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങ് മടിയാ.